നമസ്കാരം, ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാട്ട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ മേഖലകൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ പല പദ്ധതികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അനേകം കോളേജുകൾ, പോളിടെക്നിക്കുകൾ, സ്കൂളുകൾ എന്നിവയുണ്ട്. 8ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിച്ച ഒരു കുട്ടിക്ക് PhD വരെ എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് റിസർവേഷനുണ്ട്. ഇങ്ങനെ പല മേഖലകളിലും പഠിക്കുന്നതിനും പല മേഖലകളിൽ ജോലി നേടുന്നതിനും ഒക്കെയും അവസരങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. വളരെ എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടാവുന്നതും കുറഞ്ഞ നിരക്കിൽ പഠിക്കാവുന്നതുമായ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയൊന്നും ജനങ്ങൾ അത്ര അറിയുകയോ ബോധവാന്മാരോ അല്ല. അത് അവരിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. IHRDയുടെ പ്രവർത്തനം എന്തൊക്കെയാണെന്നും അവിടെ എങ്ങനെ അഡ്മിഷൻ ലഭിക്കുമെന്നുമൊക്കെയുള്ളതും പുതുപ്പള്ളി IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ നമ്മളോട് വിവരിക്കുന്നതാണ്. IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ സ്കൂളിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ അഡ്മിഷൻ എന്നാണ്, എന്തൊക്കെയാണ്, ഏത് വിഷയങ്ങൾക്ക് ഇവിടെ അഡ്മിഷനുണ്ട്, ഇവിടെ ആരൊക്കെ പഠിച്ചിട്ടുണ്ട്, ഉന്നതങ്ങളിൽ എത്തിയവരുണ്ടോ, അവരെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ 8ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് പരിശീലനം നൽകുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ രൂപീകരിച്ച സ്ഥാപനമാണ് IHRD. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ IHRDക്ക് ഏതാണ്ട് 80ഓളം വിവിധ തലത്തിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് IHRD പുതുപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ 8ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നു. ശാസ്ത്ര വിഷയങ്ങൾക്കോടൊപ്പം ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങൾ ആൻഡ് IT വിഷയങ്ങളിൽ തുടർ പഠനത്തിന് അവസരമൊരുക്കുന്നു. അത് 10ാം ക്ലാസ് പൂർത്തിയാകുന്ന കുട്ടികൾക്ക് തുടർന്ന് നേരിട്ട് +1 പ്രവേശനം നൽകുന്നു. അതോടൊപ്പം +1 സാധാരണ SSLC, CBSE, ICSE സിലബസിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് +1 പ്രവേശനം കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. +1 പ്രധാനമായിട്ടും 2 ഗ്രൂപ്പുകളാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പും, രണ്ടാമത് ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടുന്ന രണ്ടാമതൊരു ഗ്രൂപ്പ്. ഇതിൽ രണ്ടിനും ഇംഗ്ലീഷ് മാത്രം ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ളതുള്ളൂ. ബാക്കി വിഷയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എൻജിനീയറിങ്ങിന് പ്രത്യേകമായിട്ടുള്ള ഒരു പരിശീലനം കിട്ടുന്നതിനോടൊപ്പം മറ്റു വിഷയങ്ങൾ അവർക്ക് അഭിരുചി ഏതാണോ അതിലോട്ട് തിരിഞ്ഞു പോകാൻ മറ്റവസരങ്ങളുമുണ്ട്. എന്നിരുന്നാലും സാങ്കേതിക വിഷയങ്ങളിൽ കൂടുതൽ പരിശീലനം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മളിത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് അറിയപ്പെടുന്നു. ഈ സ്ഥാപനത്തിൽ 1992 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂള് ഗവൺമെൻറ് അന്നത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സഹായത്തോടു കൂടി തുടങ്ങിയ ഒരു സ്ഥാപനം ആണ് IHRD. അതിനുശേഷം ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ധാരാളം വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സിലിക്കൺ വാലി ഉൾപ്പെടുന്ന IT മേഖലകളിൽ ജോലി ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട്. അതോടൊപ്പം പൊതു രംഗത്ത് വന്നിരിക്കുന്ന ധാരാളമുണ്ട്. IAS-കാരനായിട്ടുള്ള കണ്ണൻ ഗോപിനാഥ്, അതുപോലെ ആക്ടിവിസ്റ്റായിട്ടുള്ള ഹരീഷ് വാസുദേവനൊക്കെ ഈ സ്കൂളിലെ മുൻ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളവരും പ്രത്യേക ശ്രദ്ധ കാര്യമാണ്. അഡ്മിഷൻ ഇപ്പോൾ +1 അഡ്മിഷനുള്ള പ്രധാനമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഏകജാലകത്തിലൂടെയല്ല അഡ്മിഷൻ നടത്തുന്നതെന്നുള്ളതാണ്. ഈ സ്കൂളിലോട്ട് അഡ്മിഷൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് നേരിട്ട് അപേക്ഷ കൊടുക്കണം. 10ാം ക്ലാസ്സിൽ പാസ്സായി ഏത് സിലബസിൽ 10ാം ക്ലാസ് പഠിച്ച കുട്ടികളാണെങ്കിലും ഈ സ്കൂളിൽ നേരിട്ട് അഡ്മിഷന് അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം 8ാം ക്ലാസ്സിൽ മുതൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് സ്കൂൾ തേടി പോകേണ്ടില്ല. നേരിട്ട് തന്നെ അവർ പാസ്സായാൽ 10ാം ക്ലാസ്സിൻ്റെ എലിജിബിൾ +1 പ്രൊമോഷൻ എലിജിബിൾ ആണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് ഇവിടെ തന്നെ അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യം അഡ്മിഷൻ ഉറപ്പാണ്. അങ്ങനെയുള്ളത് ഇവിടെ പഠിക്കുന്ന +2 വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് നമ്മൾ IHRDയുടെ തന്നെ പോളിടെക്നിക്കലിൽ, IHRDയുടെയും ഗവൺമെൻറ് പോളിടെക്നിക്കലിലും 2ാം വർഷത്തോട്ട് നേരിട്ട് പ്രവേശനം, ലാറ്ററൽ എൻട്രി വഴി പ്രവേശനത്തിന് അവസരമുണ്ട്. അതോടൊപ്പം
+2 പൂർത്തിയാകുന്ന കുട്ടികൾ സയൻസ് മേഖല, ശാസ്ത്ര മേഖലയിലും കമ്പ്യൂട്ടർ സയൻസ് IT മേഖലയിലാണ് പഠനത്തിന് താല്പര്യപ്പെടുന്നതെങ്കിൽ അവർക്ക് അപ്ലൈഡ് പുതുപ്പള്ളിയിൽ തന്നെ പ്രവർത്തിക്കുന്ന IHRDയുടെ അപ്ലൈഡ് സയൻസ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലോട്ട് സീറ്റ് റിസർവേഷനും ഉണ്ടാവും. IHRDയുടെ പ്രമുഖ സ്ഥാപനങ്ങൾ IHRDയുടെ പഠനത്തിന് വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് PhD വരെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വിവിധ തലങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. IHRD 9ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സ്റ്റേറ്റിലെ തന്നെ 2ാം റാങ്കിൽ നിലവാരത്തിൽ 2ാം റാങ്കുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര IHRDയുടെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് എന്നുള്ള കാര്യങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അവർക്ക് ഓൺലൈനിൽ കൂടെ ഒന്ന് അപേക്ഷിക്കാതെ നേരിട്ട് കൊടുക്കുവാണോ? ഓൺലൈൻ അപേക്ഷയുണ്ട്. ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്നതിനോടൊപ്പം നേരിട്ടും അപേക്ഷിക്കാനുള്ള അവസരം. അത് എത്ര % സീറ്റ് കാണുമെന്നറിയോ? മുഴുവൻ സീറ്റും ഓൺലൈൻ വഴിയും നേരിട്ടും അപേക്ഷ കൊടുക്കുന്നതിന് തടസ്സമില്ല. അല്ല, ഇവിടെ പഠിച്ച പിള്ളേർക്ക് എത്ര % കൊടുക്കണമെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്ലൈഡ് സയൻസിലോട്ടാണെങ്കിൽ 10% സീറ്റാണ്. 10% സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഇതിന് ഈ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതിന് ഇവിടെ ഫീസ് വല്ലതും ഉണ്ടോ അതോ ഫ്രീ ആണോ? പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് വരുന്നത് SC ST OEC വിഭാഗങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് ഉള്ള സ്കോളർഷിപ്പും അവർക്കുള്ള ഗ്രാൻറ്റും എല്ലാം സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ പൊതു വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് തുച്ഛമായിട്ടുള്ളൊരു ഫീസ് കൊടുക്കേണ്ടി വരും. അത് IT വിദ്യാഭ്യാസത്തിന് പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശത്തോട് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴി സ്ഥാപിച്ച സ്ഥാപനമായതുകൊണ്ടാണ് അങ്ങനെ ഒരു. അതോടൊപ്പം സെൽഫ് ഫിനാൻസിങ്, ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് ആണ് മോഡിലാണ് IHRD പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തുച്ഛമായ പൊതു മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. അപ്പോൾ ആ ഫീസ് വാങ്ങിക്കുന്നതിനനുസരിച്ച് നമുക്ക് പൊതുമേഖലയിലുള്ള വിദ്യാഭ്യാസത്തിനേക്കും ക്വാളിറ്റി ഉറപ്പാക്കാനും സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അഡ്മിഷൻ ഏതൊക്കെ പീരീഡിലാണ് തുടങ്ങുന്നതെന്ന് പറയാമോ? 8ാം ക്ലാസ്സിലോട്ടുള്ള പ്രവേശനം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണ നടക്കുന്നത്. എല്ലാ വർഷവും ഈ വർഷവും അങ്ങനെ തന്നെയായിരുന്നു. +1ൻ്റെ പ്രവേശനം എപ്പോഴും SSLC റിസൾട്ട്, SSLC CBSE റിസൾട്ടുകൾ വരുന്നതിനോട് ആ രീതിക്കനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ വർഷത്തെ അഡ്മിഷൻ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒഴിവുള്ള സീറ്റുകളിലോട്ടുള്ള പ്രവേശനം സ്പോട്ട് അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ എത്ര പിള്ളേർക്ക് പഠിക്കാൻ പറ്റും? ഇവിടെ ഹയർ സെക്കൻഡറിയിൽ 230 കുട്ടികൾക്ക് 2 സ്ട്രീമിലായിട്ട് പഠിക്കാം. ബയോളജി ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ 90 കുട്ടികൾക്കും മറ്റേ ഇലക്ട്രോണിക്സ് ഉൾപ്പെടുന്ന പ്യുവർ ടെക്നിക്കൽ ഗ്രൂപ്പിൽ 140 കുട്ടികൾക്കും പ്രവേശനമുണ്ട്. മിക്സഡ് സ്കൂളാണ് ഉള്ള ടെക്നിക്കൽ സ്കൂള്. ഗവൺമെൻറ്റിൻ്റെ പുതിയ നയം അനുസരിച്ചിട്ട് മിക്സഡ് ആക്കണം. നമ്മൾ നേരത്തെ തന്നെ മിക്സഡ് സ്കൂളായിട്ട് തുടങ്ങുന്നത്. യൂണിഫോം അങ്ങനെയുള്ള സ്കൂൾ യൂണിഫോം ഉണ്ട്. യൂണിഫോം നമ്മൾ ഒരു സാധാരണ യൂണിഫോം എന്ന് പറയാം. വെള്ള ടോപ്പും നേവി ബ്ലൂ പാൻറ് അല്ലെങ്കിൽ ബോട്ടം ആണ് കുട്ടികളുടെ. ഗേൾസിന് ഒരു ഓവർകോട്ട്, നേവി ബ്ലൂവിൻ്റെ ഓവർകോട്ടും ഉണ്ടാവും. അപ്പോൾ താങ്ക് യു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.